Standard 6, second chapter, Medieval India, Society, Resource and Trade. മധ്യകാല ഇന്ത്യ, സമൂഹം, വിഭവം, വിനിമയം. Society, Resource and Trade. This chapter begins with a description. The description is taken from Babarnama. It was written by Babar. ഈ ചാപ്റ്റർ തുടങ്ങുന്നത് ബാബർനാമ എന്ന ഒരു ഓർമ്മക്കുറിപ്പിൽ നിന്നാണ്. ബാബറിൻ്റെ, മുഗൾ ചക്രവർത്തി ബാബറിൻ്റെ ഓർമ്മക്കുറിപ്പായ ബാബർനാമയിലെ കുറച്ച് ഭാഗമാണ് തന്നിരിക്കുന്നത്. നോക്കിക്കാട്ടെ. ഹിന്ദുസ്ഥാൻ ഈസ് എ വണ്ടർഫുൾ ലാൻഡ്. ഹിന്ദുസ്ഥാൻ അത്ഭുതം ഉളവാക്കുന്ന ഒരു ഭൂഭാഗമാണ്. കമ്പയർഡ് ടു അതർ കൺട്രീസ് ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് തികച്ചും വിഭിന്നമാണ്. ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് തികച്ചും വിഭിന്നമാണ്. ദ മൗണ്ടൻസ്, റിവേഴ്സ്, ഫോറസ്റ്റ് ആൻഡ് ഡെസേർട്സ് ഹിയർ ആർ യുണീക്ക്. ഇവിടുത്തെ പർവ്വതങ്ങൾ, നദികൾ, കാടുകൾ, മരുഭൂമികൾ എല്ലാം വ്യത്യസ്തം ആണ്. ദ ആനിമൽസ്, പ്ലാന്റ്സ്, പീപ്പിൾ, ലാംഗ്വേജസ്, റെയിൻ ആൻഡ് വിൻഡ് ആർ ഓൾ ഡൈവേഴ്സ്. അതുപോലെ തന്നെ ഇവിടുത്തെ മൃഗങ്ങൾ, ചെടികൾ, ജനങ്ങൾ, ഭാഷകൾ, മഴ, കാറ്റ് എല്ലാം വൈവിധ്യം ആർന്നതാണ്. ഇറ്റ് വാസ് റിട്ടൺ ബൈ ബാബർ ഇൻ ഹിസ് മെമ്മറി ഓഫ് ബാബർനാമ. ദ ഡിസ്ക്രിപ്ഷൻ ഗിവൺ എബോവ് ഈസ് ടേക്കൺ ഫ്രം ബാബർനാമ, ദ മെമ്മർ ഓഫ് മുഗൾ എംപറർ ബാബർ. വാട്ട് ഇൻഫർമേഷൻ ക്യാൻ യു ഗാദർ അബൌട്ട് ഇന്ത്യ ഫ്രം ഇറ്റ്? മുഗൾ ചക്രവർത്തി ബാബർ. Are you remember Babar, the founder of Mughal dynasty? We have discussed the earlier chapter, the first chapter, Babar. മുഗൾ ചക്രവർത്തി ബാബറിൻ്റെ ഓർമ്മക്കുറിപ്പായ ബാബർനാമയിൽ നിന്നുള്ള ഭാഗമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. What information can you gather about India from it? ഇന്ത്യയെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം. ബാബർ സ്പീക്സ് അബൌട്ട് ദ ഡൈവേഴ്സിറ്റി ആൻഡ് റിസോഴ്സസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ വൈവിധ്യങ്ങളും വിഭവങ്ങളുമാണ് ബാബർ ഇവിടെ വിശദീകരിക്കുന്നത്. വ്യത്യസ്തതരമായ വിഭവങ്ങളാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നെന്നാണ് അദ്ദേഹം വിവരിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ദിസ് ഡൈവേഴ്സിറ്റി ആൻഡ് പ്രോസ്പെരിറ്റി ദാറ്റ് അട്രാക്റ്റഡ് ദ ഫോറിൻ ട്രാവലേഴ്സ് ടു ഇന്ത്യ ഡ്യൂറിങ് ദ മെഡീവൽ പീരീഡ്. ഈ വൈവിധ്യങ്ങളും വിഭവസമൃദ്ധിയുമാണ് സഞ്ചാരികളെ മധ്യകാല ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്. നമ്മളൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അവിടെ എന്തെങ്കിലും നമുക്ക് ആകർഷിക്കത്തക്ക കാര്യങ്ങൾ ഉണ്ടാവണം. അങ്ങനെ ഇന്ത്യയിലെ ധാരാളം ആകർഷണ വസ്തുക്കളാണ് ഫോറിൻ ട്രാവലേഴ്സിനെ, വിദേശികളെ എവിടേക്ക് ആകർഷിച്ചത്? ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്. Their travelogues help us to comprehend the socio-economic conditions of that period. അക്കാലത്തെ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥ മനസ്സിലാക്കുന്നതിന് അവരുടെ സഞ്ചാരക്കുറിപ്പുകൾ നമ്മളെ സഹായിക്കുന്നു. ഒരുപാട് പേര് വിദേശികൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അവരുടെ സഞ്ചാരക്കുറിപ്പുകളാണ് നമുക്ക് ആ കാലഘട്ടത്തിലെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ഫസ്റ്റ്, അഗ്രികൾച്ചർ ആൻഡ് ആർട്ടിസൻഷിപ്പ്. കൃഷിയും കൈത്തൊഴിലുകളും. ദർ വാസ് ഓൾസോ എ ഡിസ്ക്രിപ്ഷൻ റിട്ടൺ ബൈ അൽ ബിറൗണി. അൽ ബിറൗണി എന്ന് പറയുന്ന ഒരാളുടെ ഡിസ്ക്രിപ്ഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കുക. ഫോർ ഫാമിംഗ്, സെറിൽസ് ആൻഡ് ഗ്രേസിംഗ് കാറ്റിൽ, ലാൻഡ് റവന്യൂ ആൻഡ് ഗ്രേസിംഗ് ടാക്സ് വെയർ ടു ബി പെയ്ഡ് ടു ദ റൂളേഴ്സ്. ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിനും കന്നുകാലികളെ മേയ്ക്കുന്നതിനും ഭരണാധികാരികൾക്ക് ഭൂമിക്ക് കരവും മേച്ചിൽ കരവും കൊടുക്കണം. ഫോർ ഫാമിംഗ്, സെറിൽസ് ആൻഡ് ഗ്രേസിംഗ് കാറ്റിൽ. എന്താണ്? ധാന്യങ്ങൾ കൃഷി ചെയ്യണമെങ്കിലും കന്നുകാലികളെ മേയ്ക്കുന്നതിനും എന്ത് കൊടുക്കണം? ലാൻഡ് റവന്യൂ ആൻഡ് ഗ്രേസിംഗ് ടാക്സ് വെയർ ടു ബി പെയ്ഡ് ടു ദ റൂളേഴ്സ്. ഭരണാധികാരികൾക്ക് നികുതി കൊടുക്കണമായിരുന്നു. സിമിലർലി ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഓൺ ഇൻകം ഫ്രം ട്രേഡ്. ഇതുപോലെ തന്നെ കച്ചവട വരുമാനങ്ങളിൽ നിന്നും നികുതി അടയ്ക്കണം. കച്ചവടം ചെയ്യണമെങ്കിലും നമ്മൾ എന്ത് കൊടുക്കണം? നികുതി അടയ്ക്കണം. 1/6 of the income was to be spent for the protection of the country.
ഇങ്ങനെ കിട്ടുന്ന നികുതി വരുമാനത്തിൻ്റെ 1/6 നാടിൻ്റെ സംരക്ഷണത്തിനായി ഉപയോഗിക്കേണ്ടതാണ്. ഇങ്ങനെ ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 1/6 നാടിൻ്റെ സംരക്ഷണത്തിനായി, നാടിൻ്റെ ഉയർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കേണ്ടത് ആണ്. ഇറ്റ് വാസ് എ ഡിസ്ക്രിപ്ഷൻ റിട്ടൺ ബൈ അൽ-ബറൂണി. Given above is an extract from the travelogue of Al-Biruni, a traveler who reached India from Central Asia. മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ അൽ-ബറൂണി എന്ന സഞ്ചാരിയുടെ വിവരണമാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയത്. വാട്ട് ആർ ദ ഒക്കുപ്പേഷൻസ് ആൻഡ് ടാക്സസ് മെൻഷൻ ഇൻ ദിസ് ഡിസ്ക്രിപ്ഷൻ? ഇതിൽ ഏതെല്ലാം തൊഴിലുകളെക്കുറിച്ചാണ്? അൽ-ബറൂണിയുടെ വിവരണത്തിൽ പരാമർശിച്ചിട്ടുള്ള തൊഴിലുകളും നികുതികളും ഒക്കെ ഏതൊക്കെയാണ്? വായിക്കുമ്പോഴേ അറിയാം. എന്താണ്? ഗ്രേസിംഗ് കാറ്റിൽ, കന്നുകാലികളെ മേയ്ക്കുക. ഫാമിംഗ് സെറിൽസ്, കൃഷി. അപ്പോൾ അഗ്രികൾച്ചർ ആൻഡ് കാറ്റിൽ മേക്കിംഗ് ആർ ദ മേജർ ഒക്കുപ്പേഷൻസ് ഓഫ് ദാറ്റ് പീരീഡ്. അഗ്രികൾച്ചർ വാസ് ദ ചീഫ് ഒക്കുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് മിഡീവൽ ഇന്ത്യ. അപ്പോൾ ഈ വിവരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണ്? മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷി ആയിരുന്നു. കോട്ടൺ, സെറിൽസ്, പൾസസ്, ഇൻഡിഗോ, ഷുഗർ കെയിൻ എക്സെട്ര വേർ ദ മേജർ ക്രോപ്സ്. അതോടൊപ്പം പരുത്തി, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ഇൻഡിഗോ, നീലം, കരിമ്പ് തുടങ്ങിയവ ആയിരുന്നു അക്കാലത്തെ പ്രധാന വിളകൾ. അഗ്രികൾച്ചർ വാസ് എ ചീഫ് ഒക്കുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് മിഡീവൽ ഇന്ത്യ. കൃഷിയായിരുന്നു അവരുടെ പ്രധാന തൊഴിൽ. In this period, there was plenty of cultivable land in India that was kept uncultivated. മധ്യകാല ഇന്ത്യയിൽ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷി ആയിരുന്നുവെങ്കിലും കൃഷിക്ക് അനുയോജ്യമായതും എന്നാൽ കൃഷി ഇറക്കാത്തതുമായ ഭൂമി അക്കാലത്ത് ഇന്ത്യയിൽ ധാരാളം ഉണ്ടായിരുന്നു. കൃഷിക്ക് അനുയോജ്യമാണ്, പക്ഷേ കൃഷി ഇറക്കിയിട്ടില്ല. Those who first cultivated in such land were granted its ownership right. ഇത്തരം ഭൂമിയിൽ ആദ്യമായിട്ട് ആരാണോ കൃഷി ചെയ്യുന്നത് അവർക്ക് അതിൻ്റെ ഉടമാവകാശം ലഭിക്കുമായിരുന്നു. അപ്പോൾ ഒരുപാട് പ്രദേശം ഇങ്ങനെ കൃഷി ചെയ്യാതെ കിടപ്പുണ്ടായിരുന്നു അന്ന് മിഡീവൽ ഇന്ത്യയിൽ. അപ്പോൾ ആ പ്രദേശത്ത് ആരാണോ ആദ്യമായി കൃഷി ചെയ്യുന്നത് അവർക്ക് ആ ഭൂമി സ്വന്തമായിട്ട് എടുക്കാമായിരുന്നു. The hard working farmers tried to win the ownership of such lands in this way. അപ്പോൾ അങ്ങനെ അധ്വാനിച്ച് നല്ല അധ്വാനികളായ കർഷകരെ എന്തിന് ശ്രമിച്ചു? കൃഷിഭൂമിയുടെ ഉടമാവകാശം ലഭിക്കുന്നതിന് വേണ്ടി ഉത്സാഹിച്ച് കൃഷി ചെയ്യാൻ തുടങ്ങി. The hard working farmers tried to win the ownership of such lands in this way. കൃഷി ചെയ്ത് ഓരോ വെറുതെ കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ സ്വന്തമാക്കുവാൻ അവർ ആരംഭിച്ചു. Let us see the steps taken by the rulers for the progress of agriculture. കാർഷിക പുരോഗതിക്കായി അവിടുത്തെ ഭരണാധികാരികളും ഒരുപാട് നടപടികൾ സ്വീകരിച്ചിരുന്നു. ഫസ്റ്റ് വൺ, അറേഞ്ച്ഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി. കൃഷി ചെയ്യുന്ന വിളകൾക്ക് ധാരാളം വെള്ളം വേണം, ആ വെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ലഭിച്ചു. അതുപോലെ തന്നെ സപ്ലൈഡ് സീഡ്സ്, വിത്തുകൾ, നല്ല വിത്തുകൾ വിതരണം ചെയ്തു. ഗ്രാൻഡഡ് ടാക്സ് റിലാക്സേഷൻ. കൃഷി ചെയ്യുമ്പോഴും നമ്മൾ ടാക്സ് അടയ്ക്കണമെന്ന് പറഞ്ഞിരുന്നു. ആ ടാക്സിൽ നികുതി ഇളവുകൾ നൽകി. ഇൻ ദ മെഡീവൽ പീരീഡ് ദ ഓഫീസേഴ്സ് വെർ ഗിവൺ ലാൻഡ് ആസ് വേജസ്. മധ്യകാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായിട്ട് എന്താണ് കൊടുത്തിരുന്നത്? ഭൂമി കൊടുത്തിരുന്നു. ഇന്ന് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് പണമാണ് കൂലിയായിട്ട് ലഭിക്കുന്നത്, പണം കിട്ടും. ആ പണത്തിന് പകരം അന്ന് ഓഫീസർമാർക്ക് കൊടുത്തിരുന്നത് എന്താണ്? വേതനമായിട്ട് ഭൂമി പതിച്ചു കൊടുക്കും. ഭൂമി, അവർ ചെയ്യുന്ന ജോലിക്ക് കൂലി ഭൂമി കൊടുക്കും. അപ്പോൾ ലാൻഡ് ആസ് വേജസ്, ഭൂമി പതിച്ചു കൊടുത്തു. ദിസ് സിസ്റ്റം വാസ് നോൺ ആസ് ഇക്ത ഡ്യൂറിങ് ദ സൽത്തനേറ്റ് പീരീഡ് ആൻഡ് ജാഗീർദാരി ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദ സൽത്തനേറ്റ് പീരീഡ് ആൻഡ് മുഗൾ പീരീഡ് ഇൻ ദ earlier ചാപ്റ്റർ. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ സൽത്തനേറ്റ് പീരീഡും മുഗൾ പീരീഡും പഠിച്ചതാണ്. ആ സൽത്തനേറ്റ് പീരീഡിൽ ഇതുപോലെ ഭൂമി പതിച്ചു കൊടുക്കുന്ന സമ്പ്രദായത്തിനെ എന്ത് വിളിച്ചു? ഇക്ത എന്നും മുഗൾ കാലഘട്ടത്തിൽ അതിനെ ജാഗീർദാരി എന്നും വിളിച്ചു. ഇമ്പോർട്ടൻറ്റ്. ദി സിസ്റ്റം വാസ് നോൺ ആസ് ഇക്ത ഡ്യൂറിങ് ദ സൽത്തനേറ്റ് പീരീഡ് ആൻഡ് ജാഗീർദാരി ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്.
In the medieval period, the officers were given land as wages. The wages in Sultanate period is called Iqta, and the wages in Mughal period is called Jagirdari. അന്ന് സൽത്തനേറ്റ് പീരീഡിലെ വേതനത്തിനെ ഇക്ത എന്നും മുഗൾ പീരീഡിലെ വേതനത്തിനെ ജാഗീർദാരി എന്നും വിളിച്ചു. In addition to agriculture, many occupations for making agricultural tools existed in villages. കൃഷിയോടൊപ്പം കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പല കൈത്തൊഴിലുകളും ഇവിടെ നിലനിന്നിരുന്നു. വാട്ട് മൈറ്റ് ബി ദേ, അതെന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, മെറ്റൽ വർക്ക്, ലോഹപ്പണി. ഈ കൃഷി കൂടാതെ അവർ ചെയ്ത മറ്റൊരു ജോലിയാണ് മെറ്റൽ വർക്ക്. ദെൻ വുഡൻ വർക്ക്, അതുപോലെ തടിപ്പണി അവർ ചെയ്തിരുന്നു. അതുപോലെ മേക്കിംഗ് വെസൽസ്, പാത്രങ്ങളുടെ നിർമ്മാണം. മേക്കിംഗ് അഗ്രികൾച്ചറൽ ടൂൾസ്, അതുപോലെ കാർഷിക ഉപകരണങ്ങൾ. മേക്കിംഗ് ഇറിഗേഷൻ ടൂൾസ്, അതുപോലെ ജലസേചനത്തിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ ഒക്കെ അവർ പണിയെടുപ്പിച്ചു. അപ്പോൾ മെറ്റൽ വർക്ക്, വുഡൻ വർക്ക്, മേക്കിംഗ് വെസൽസ്, മേക്കിംഗ് അഗ്രികൾച്ചറൽ ടൂൾസ്, മേക്കിംഗ് ഇറിഗേഷൻ ടൂൾസ്. ഓൾസോ ദെയർ അതർ ഒക്കുപ്പേഷൻസ്, മറ്റ് അവരുടെ ജോലികളായിരുന്നു ഇതെല്ലാം. ലോഹപ്പണി, തടിപ്പണി, അതുപോലെ പാത്രനിർമ്മാണം, ജലസേചനത്തിനുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണം, കാർഷിക ഉപകരണങ്ങളെല്ലാം അവരുടെ മറ്റ് തൊഴിലുകൾ ആയിരുന്നു. വീവിംഗ് ആൻഡ് അതർ ഹാൻഡിക്രാഫ്റ്റ്സ് വെയർ ദ മേജർ ഒക്കുപ്പേഷൻസ് ഇൻ ടൗൺസ്. നെയ്ത്തും മറ്റ് കൈത്തൊഴിലുകളുമായിരുന്നു പട്ടണങ്ങളിലെ പ്രധാന തൊഴിൽ. പട്ടണത്തിലെ ജനങ്ങളുടെ തൊഴിലായിരുന്നു നെയ്ത്ത്, തുണി നെയ്ത്ത്. അതുപോലെ മറ്റ് കൈത്തൊഴിലുകളും അവർ ചെയ്തിരുന്നു. The cotton, indigo and silk produced by the rural folks enriched the textile industry. അതുപോലെ തന്നെ ഗ്രാമീണ ജനത ഉൽപ്പാദിപ്പിച്ച പരുത്തി, നീലം, പട്ടുനൂൽ, ഇതെല്ലാം പട്ടുനൂലൊക്കെ നെയ്ത്ത് വ്യവസായത്തെ കൂടുതൽ ശക്തമാക്കി, അവരുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ കൂടുതൽ ശക്തമാക്കി. ദ ഇന്ത്യൻ വീവേഴ്സ് പ്രൊഡ്യൂസ്ഡ് ഗാർമെൻറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ആൻഡ് ക്വാളിറ്റി. ഇന്ത്യൻ നെയ്ത്തുകാർ എങ്ങനെയാണ് വ്യത്യസ്ത ഗുണത്തിലും നിറത്തിലുമുള്ള വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിച്ചു. ദ ഗാർമെൻറ്റ്സ് മെയ്ഡ് ഓഫ് സിൽക്ക്, കോട്ടൺ ആൻഡ് വൂൾ വെയർ ഇമ്പോർട്ടൻറ്റ് എമംഗ് ദം. അതിൽ പട്ട്, പരുത്തി, കമ്പിളി എന്നിവ കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളായിരുന്നു പ്രധാനപ്പെട്ടവ. പട്ട്, പരുത്തി, കമ്പിളി എന്നിവ കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളായിരുന്നു അവർ കൂടുതലും ഉണ്ടാക്കിയത്. ന്യൂ ടൂൾസ് ലൈക്ക് സ്പിന്നിങ് വീൽ ആൻഡ് ലൂംസ് വെയർ യൂസ്ഡ് ഫോർ വീവിങ്. അതുപോലെ തന്നെ എന്താണ്, തുണിനെയ്ത്ത് പുതിയ ഉപകരണങ്ങൾ അവർ ഉപയോഗിച്ചു. ന്യൂ ടൂൾസ് ലൈക്ക് സ്പിന്നിങ് വീൽ ആൻഡ് ലൂംസ് വെയർ യൂസ്ഡ് ഫോർ വീവിങ്. തുണിനെയ്ത്തിന് അവർ ഒരുപാട് പുതിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചു. എന്നുവെച്ചാൽ അതിനുള്ള നൂൽ നൂൽക്കാനുള്ള ചർക്കയും നെയ്ത്തിനുള്ള തറികളും ഒക്കെ അവയിൽ പ്രധാനപ്പെട്ടതായിരുന്നു. ന്യൂ ടൂൾസ് ലൈക്ക് സ്പിന്നിങ് വീൽ ആൻഡ് ലൂംസ്, തുണി നെയ്യുന്നതിനുള്ള ചർക്കയും അതുപോലെ നെയ്ത്തിനുള്ള തറികളും എല്ലാം അവയിൽ പ്രധാനപ്പെട്ട ഇനങ്ങൾ ആയിരുന്നു. ഇൻഡിഗോ ആൻഡ് കളർ മിക്സ്ചേഴ്സ് വെയർ യൂസ്ഡ് ഫോർ ഡൈയിങ് ദ ടെക്സ്റ്റൈൽ. ഇൻഡിഗോ ആൻഡ് കളർ മിക്സ്ചേഴ്സ്, തുണികളിൽ ചായം മുക്കുന്നതിന് അവർ നീലവും നിറക്കൂട്ടുകളും ഉപയോഗിച്ചു. ഇൻഡിഗോ ആൻഡ് കളർ മിക്സ്ചേഴ്സ് വെയർ യൂസ്ഡ് ഫോർ ഡൈയിങ് ദ ടെക്സ്റ്റൈൽ. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഈ തുണികളിലെ നല്ല മനോഹരമായ കളറുകളും അതുപോലെ തന്നെ അത് ആ നിറക്കൂട്ടുകൾ ഉണ്ടാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അന്നേ അവർ ഇന്ത്യയിലെ തുണി നെയ്ത്തുകാർ ഉപയോഗിച്ചിരുന്നു. ഇന്ത്യൻ ടെക്സ്റ്റൈൽ വൺ വേൾഡ് അക്ലെയിം. ഇന്ത്യൻ തുണിത്തരങ്ങൾ അതോടുകൂടി ലോക പ്രശസ്തി നേടാൻ തുടങ്ങി. അന്ന് അവരുപയോഗിച്ച സ്പിന്നിങ് വീലാണിത്. ചർക്ക, നൂൽ നൂൽക്കാനുള്ള നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളൊക്കെ നെയ്തെടുക്കാനുള്ള നൂലുകൾ, അത് മനോഹരമായ കളറിലാക്കാനുള്ള സംവിധാനമൊക്കെ അന്നേ അവർ മനസ്സിലാക്കി ചെയ്തിരുന്നു. കാണുന്നത് എ വാട്ടർ വീൽ യൂസ്ഡ് ഫോർ ഇറിഗേഷൻ, ജലസേചനം, കൃഷിക്ക് ആവശ്യമായ വെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം. ഇതൊക്കെ അന്ന് തന്നെ അന്നത്തെ ഇന്ത്യൻ ജനത മനസ്സിലാക്കിയിരുന്നു. മിഡീവൽ ഇന്ത്യയിലെ ഇന്ത്യൻ ജനത മനസ്സിലാക്കിയിരുന്നു.